കുർബാന സ്വീകരിക്കുമ്പോൾ കുർബാനയുടെ ഈശോയുടെ സാന്നിധ്യം എത്ര മിനിറ്റ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് അറിയുമോ? 15 മിനിറ്റ് നേരം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സമയത്ത് നമ്മൾ ഇറങ്ങി പള്ളിയിൽ നിന്ന് ഓടിപ്പോകരുത്. ഇപ്പം നമുക്കറിയാം, വെള്ളപ്പൊക്കം ഇറങ്ങി പോകുന്ന പോലെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്നത്. വെള്ളപ്പൊക്കം കയറി വരുന്നത് പോലെയാണ്. കുർബാനയ്ക്ക് മുമ്പ് ആരും ഉണ്ടാവില്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കയറും. അല്ല, കാർന്നോമാർ നേരത്തെ പോയി ഒരുങ്ങി പ്രാർത്ഥിച്ച് കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അത് സൗഖ്യവും വിടുതലുമായി. കുർബാന കഴിഞ്ഞ് ആരും അങ്ങനെ ഇറങ്ങി ഓടില്ല. അല്ലെങ്കിൽ ഈശോ എൻ്റെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ ആരും എന്നോട് സംസാരിക്കാൻ പാടില്ല. ഇനി ഈയോടച്ഛൻ്റെ ജീവിതത്തിൽ ഈശോ വന്നു കഴിഞ്ഞാൽ എത്രയോ അനുഭവങ്ങൾ പറയുന്നുണ്ടെന്ന് പറയും. ആ സമയത്താണ് പഞ്ചശതം കിട്ടുന്നത്. ഏത് സമയത്താണ്? കുർബാനയ്ക്ക് ശേഷമാണ് മണിക്കൂറുകൾ പഞ്ചശതം അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അനുഭവപ്രദമായ സമയമാണ് ഈശോയുടെ സജീവ സാന്നിധ്യം. എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ ശരീരത്തെ ഈശോയുടെ ശരീരമാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുന്നു. അത് കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്നൊരു കൃപയാണ്. അങ്ങനെയാണ് ഈ പിയോച്ചൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരമാകുന്നതും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ 4:4 പറഞ്ഞത്, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാളും വലിയവനും. നിങ്ങളാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.